വിപത്തുകൾ കിടന്നു വന്നാൽ പടച്ചവനെ 2-3 ദിവസം മുമ്പ് കേരളത്തിൽ ഒരു മരണം നടന്നു. ചെറുപ്പക്കാരാ, എന്റെ ഉമ്മ പെങ്ങന്മാര് നല്ലതുപോലെ കേൾക്കണേ, ശ്രദ്ധ വേണം ഉമ്മമാര്, മക്കളെ കുറിച്ച് നല്ല ശ്രദ്ധ വേണം ഉമ്മമാര്. അല്ലാഹു ഒരു കുടുംബത്തിന് കൊടുത്ത 3 മക്കളാ, അല്ലാഹു കൊടുത്ത 3 ആമക്കള്. പടച്ചവനെ, ഒരു ഉമ്മ പറ്റ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച തന്റെ പൊന്നാര 3 മക്കള് ഒറ്റയടിക്കാ പടച്ചവര് വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയത്. പടച്ചവനെ, അതാ 10 വയസ്സിന് താഴെ പ്രായമുള്ള ചെറുപ്പത്തിൽ പടച്ചവനെ ചെറിയ 3 മക്കള് മാങ്ങ വെള്ളത്തിൽ വീണിട്ടെടുക്കാൻ പോയതാ. ഒരു കുടുംബത്തിലെ 3 എണ്ണം ഒറ്റയടിക്കാ പോയത്. പടച്ചറപ്പേ, ആ ഉമ്മാനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ആ പാവപ്പെട്ടവനായ പിതാവ് ഇനി ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അള്ള കൊടുത്ത 3 എണ്ണവും ഒറ്റയടിക്കുന്നു പോയപ്പോ പടച്ചവനെ ചിരിച്ചു കളിച്ച് നടന്ന വീട് ഒറ്റ ദിവസം കൊണ്ട് മരണ വീടായപ്പോ ഇന്നലെ വീടിന്റെ മുന്നിൽ കളിച്ച് നടന്ന 3 പിഞ്ചുമക്കള് 3 കഷ്ടം വെള്ള തുണിയിൽ പതിന്ന് അല്ലാഹുവേ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിരത്തി വെച്ചപ്പോ ആ ഉമ്മ കരഞ്ഞ കരച്ചലുണ്ടല്ലോ, ആ പിതാവ് വിളിച്ച വിളിയുണ്ടല്ലോ, ആർക്കാ താങ്ങാൻ പറ്റുക? കണ്ടവർക്ക് പോലെ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും വീട്ടിൽ വരുന്ന രംഗമൊന്ന് ചിന്തിക്ക ചെറുപ്പക്കാരാ. പക്ഷേ അവര് ഭാഗ്യവാന്മാരാ, ആ ഉമ്മയും ഉപ്പയും ഭാഗ്യവാന്മാരാ. ഇന്നവർക്ക് ദുഃഖമാണ്, ഇന്നവർക്ക് വിഷമമാണ്, ഇന്നവർക്ക് പ്രയാസമാണ്, ഇന്നവരുടെ ജീവിതം കണ്ണുനീരിലാണ്. പക്ഷേ നാളെ റബ്ബ് അവർക്ക് ഓഫർ ചെയ്യുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ല നാളെ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവേ, മക്കള് മരിച്ചു പോകുന്നവരുണ്ടല്ലോ, നിലവിളിക്കുകയാണ്, ഉസ്താദ് എന്റെ പൊന്നുമോള് പോയല്ലോ, എന്റെ പൊന്നുമോൻ പോയല്ലോ, ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത്? ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത്? എല്ലാം പോയല്ലോ എന്ന് നിലവിളിക്കുന്ന സഹോദരാ, അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയ 3 മക്കള്, ആ ഉമ്മ മക്കളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? അവര് 3 പേരും ഷഹീദാ, അവര് 3 പേരും ഷഹീദാ. പടച്ചവനെ, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്നാ. പ്രായപൂർത്തിയാകാത്ത 3 പിഞ്ചുമക്കള് സ്വർഗത്തിന്റെ മുന്നിൽ ഉപ്പാരെയും ഉമ്മാരെയും കാത്തു നിൽക്കുകയാ. ഇതിനെക്കാളും എന്ത് പ്രതിഫലമാ വേണ്ടത്? എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബിയല്ലേ പറഞ്ഞത്, മക്കള് മരിച്ചുപോയ വേദന ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഉപ്പമാര്, ഇത് പറയുമ്പോ കരയുന്ന ഉമ്മമാരെ, അള്ളാന്റെ റസൂലാ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാന്റെ റസൂലാണ് പറഞ്ഞത്, അള്ളാന്റെ റസൂലാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു മാതാപിതാക്കളുടെ പ്രായപൂർത്തിയാകാത്ത 3 മക്കളും മരണപ്പെട്ടാൽ വയമുറു അല സിറാത്ത്, നരകത്തിന്റെ മുകളിലൂടെ പടച്ചറബ് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, ഒരു മുടിയേടായിട്ട് മുറിച്ചിട്ട് അതിലൊരംശം എത്ര നേർമയുള്ളതാണോ മോനെ, അതുപോലെയാണ് ആ സിറാത്ത് എന്ന പാലമുള്ളത്. അത് വല്ലാത്ത ഇരുള, അതിന് വല്ലാത്ത വാളിന്റെ അഗ്രഭാഗത്താൽ റസൂലുള്ളാഹിയല്ലേ പറഞ്ഞത്, അസ്സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സൈഫി, വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയുള്ള കോടാനുകോടി വർഷം സഞ്ചരിച്ചാ തീരാത്ത സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏക വഴിയല്ലേ സിറാത്ത്. പ്രായപൂർത്തിയാകാത്ത 3 മക്കള് മരണപ്പെട്ടാൽ ആ മാതാപിതാക്കള് സിറാത്ത് കടന്ന് സ്വർഗത്തിലെത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എത്ര പ്രതിഫലം പറഞ്ഞാൽ ആ ഉമ്മയുടെ മനസ്സ് വേദന മാറ്റാൻ പറ്റുമോ? ആ ഉപ്പാടെ വേദന മാറ്റാൻ പറ്റുമോ? അല്ലാഹുവേ, ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണേ അല്ലാ, അവർക്ക് സബർ കൊടുക്കണേ അല്ലാ.
ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്നാണ്. അവനെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ഇതുപോലെ അപകടങ്ങളെ തൊട്ട്, ഇതുപോലെ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് കാവല് നൽകണേ അല്ലാ. അതുകൊണ്ട് ഒരു സദക്ക എടുത്തോ, ഒരു സദക്ക എടുത്തോ. സർവ്വ ശർറ് മുസീബത്തുകളും പൈശാചിക ഉപദ്രവങ്ങളും കണ്ണീറും പ്രാക്കും ശാപവും സർവ്വതും ഇന്നത്തോടെ പോരണം. എല്ലാം മാറണം. രോഗങ്ങൾക്ക് ശിഫയുണ്ടാകണം. അല്ലാഹുവേ വിപത്തുകളെ തട്ടിമാറ്റണം. അല്ലാ മരിക്കുന്ന സമയത്ത് ചിരിക്കണം അല്ലാ എന്ന നിയത്തോടെ ഒരു സദക്ക എടുക്കൂ റബ്ബേ. ആരെല്ലാം ഒരു നല്ല സദക്ക കൊടുക്കുന്നു അവരെ നീ കൈവിടല്ലേ അല്ലാ. അവർക്ക് അവരുടെ മുന്നിൽ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ലേ അല്ലാ. തലയുടെ മുകളിൽ നിന്നുകൊണ്ട് മലക്ക് ദുആ ചെയ്യുകയാ. മലക്ക് ദുആ ചെയ്താ പള്ളിയിലെ ഉസ്താദ് ചെയ്താ സ്വീകരിക്കുമല്ലോ, മുതഅല്ലിമ ചെയ്താ സ്വീകരിക്കുമല്ലോ, യാത്രക്കാരൻ ചെയ്താ സ്വീകരിക്കുമല്ലോ, പ്രായമുള്ളവര് ചെയ്താ സ്വീകരിക്കുമല്ലോ, സയ്യിദന്മാര് ചെയ്താ സ്വീകരിക്കുമല്ലോ. എങ്കിൽ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം പറയാത്ത, പാപം ചെയ്യാത്ത, പാപം കാണാത്ത അല്ലാഹനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന മലക്കിന്റെ ദുആയാ. തട്ടല്ലേ ചെറുപ്പക്കാരാ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത മലക്ക് നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. മോനെ എന്തെങ്കിലും ഇട്ട ആ മലക്ക് നിനക്ക് ബർക്കത്ത് കിട്ടാൻ ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്ന് കയ്യട്ടെ. മലക്കിന്റെ പ്രാക്ക് വാങ്ങിയാൽ പോയി. തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് പൈസ ഇട്ടാ ദുആ ചെയ്യും. ഉള്ളതിൽ പങ്ക് കൊടുത്തു റബ്ബേ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഉറക്കം തൂങ്ങിയ, ഉറക്കം അഭിനയിച്ച, കൈകെട്ടിയിരുന്ന, ഉള്ളതിൽ പങ്ക് കൊടുത്തില്ല അല്ലാ, നീ ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ. അല്ലാഹു കാക്കുമാറാകട്ടെ. ദുആഇന്റെ മലക്കിന്റെ ദുആ വേണോ, അനുകൂലമാക്കണോ എതിരാക്കണോ നിങ്ങൾ തീരുമാനിക്ക്. ഒരു സദഖ കൊടുക്ക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.